ഹലോ എവരിവൺ, ദിശ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ റീസെൻറ്റ് എക്സാംസ് നോക്കുകയാണെങ്കിൽ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്ന് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2024 എന്ന് പറയുന്ന ഒരു വർഷത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് വരുന്ന SSC RRB എക്സാംസിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് പാർട്ടായിട്ട് തന്നെ ഒരു സീരീസിലായിട്ട് കുറേയധികം ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ ചെയ്തത് ഫസ്റ്റ് ഇൻ ഇന്ത്യ ആൻഡ് വേൾഡ് എന്ന് പറയുന്ന കറണ്ട് അഫയേഴ്സ് പറയുന്ന പോർഷനിൽ നോക്കേണ്ട പാർട്ട് 1 വീഡിയോ. അത് കുറച്ചധികം കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം അതുമായി റിലേറ്റ് ചെയ്ത ബാക്കി കാര്യങ്ങളായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇന്ത്യസ് ഫസ്റ്റ് ട്രൈ സർവീസ് കോമൺ ഡിഫൻസ് സ്റ്റേഷൻ. ഇന്ത്യയുടെ ആദ്യത്തെ ട്രൈ സർവീസ് കോമൺ ഡിഫൻസ് സ്റ്റേഷൻ അത് ബിൽഡ് ചെയ്തത് ഏത് സിറ്റിയിലാണ്? ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇന്ത്യയുടെ ആദ്യത്തെ ട്രൈ സർവീസ് കോമൺ ഡിഫൻസ് സ്റ്റേഷൻ. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ ട്രൈ സർവീസ് കോമൺ ഡിഫൻസ് സ്റ്റേഷൻ അത് ബിൽഡ് ചെയ്യുന്നത് ഏത് സിറ്റിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ മുംബൈയിലാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ ട്രൈ സർവീസ് കോമൺ ഡിഫൻസ് സ്റ്റേഷൻ അത് ബിൽഡ് ചെയ്യുന്നത് ഏത് സിറ്റിയിലാണെന്ന് വെച്ചാൽ അതിന് ആൻസർ മുംബൈയിലാണ്. അപ്പൊ നോക്കുക, ഇന്ത്യയുടെ ആദ്യത്തെ കോമൺ ഡിഫൻസ് സ്റ്റേഷൻ അല്ലെ. അപ്പൊ എന്തിനൊക്കെ വേണ്ടിയുള്ളതാ? ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ്. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ ആർമി, നേവി, എയർഫോഴ്സ്, അപ്പൊ ഇതിന് മൂന്നിനും വേണ്ടിയിട്ടുള്ള ആദ്യത്തെ കോമൺ ഡിഫൻസ് സ്റ്റേഷൻ അത് ബിൽഡ് ചെയ്യുന്നത് ഏത് സിറ്റിയിലാണെന്ന് വെച്ചാൽ അതിന് ആൻസർ മുംബൈയിലാണ്. എന്തായിരുന്നു ഇതിന്റെ എയിം അല്ലേ? അതുകൂടി നമുക്ക് നോക്കാം. ടു കൺസോളിഡേറ്റ് all facilities and resources of the three services. ഈ മൂന്ന് സർവീസസിന്റെയും എല്ലാ ഫെസിലിറ്റീസിനെയും റിസോഴ്സിനെയും കൺസോളിഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ഇന്ത്യയുടെ ആദ്യത്തെ ട്രൈ സർവീസ് കോമൺ ഡിഫൻസ് സ്റ്റേഷൻ. ഓക്കെ, ഇന്ത്യയുടെ ആദ്യത്തെ ട്രൈ സർവീസ് കോമൺ ഡിഫൻസ് സ്റ്റേഷൻ അത് ബിൽഡ് ചെയ്യുന്ന സിറ്റി ഏതാണെന്ന് മറക്കണ്ട, മുംബൈ. അപ്പൊ അത് ക്ലിയർ ആയല്ലോ. അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ ട്രൈ സർവീസ് കോമൺ ഡിഫൻസ് സ്റ്റേഷൻ ബിൽഡ് ചെയ്യുന്ന സിറ്റി ഏതാണ്? മുംബൈ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വേൾഡ് ലാർജസ്റ്റ് റിന്യൂവബിൾ എനർജി പാർക്ക് ഹാസ് ബീൻ സെറ്റ് അപ്പ് ഇൻ വിച്ച് സ്റ്റേറ്റ്? അപ്പൊ വേൾഡിലെ തന്നെ ലാർജസ്റ്റ് ആയിട്ടുള്ള റിന്യൂവബിൾ എനർജി പാർക്ക്, കേട്ടോ, വേൾഡ് ലാർജസ്റ്റ് റിന്യൂവബിൾ എനർജി പാർക്ക്. വേൾഡ് ലാർജസ്റ്റ് റിന്യൂവബിൾ എനർജി പാർക്ക് അത് സെറ്റപ്പ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഗുജറാത്തിലെ കാവ്ഡയിലാണ്. ഓക്കെ, വേൾഡിലെ ലാർജസ്റ്റ് റിന്യൂവബിൾ എനർജി പാർക്ക് അത് സെറ്റപ്പ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഗുജറാത്തിലെ കാവ്ഡയിലാണ്. ഇത് ബിൽഡ് ചെയ്യുന്നത് അദാനി ഗ്രീൻ ആണ്. ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 30 ജിഗാവാട്ട് ആണ്. എത്ര ഏരിയയിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നു? 538 കിലോമീറ്റർ സ്ക്വയറിൽ. അപ്പൊ ഇങ്ങനെ ഓർക്കുക, വേൾഡ് ലാർജസ്റ്റ് റിന്യൂവബിൾ എനർജി പാർക്ക് സെറ്റപ്പ് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റിലാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഗുജറാത്തിലാണ്. ക്ലിയർ ആയല്ലോ ക്വസ്റ്റ്യൻ? വേൾഡ് ലാർജസ്റ്റ് റിന്യൂവബിൾ എനർജി പാർക്ക് എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഗുജറാത്തിലാണ്. ഓക്കെ, ഇനി നിങ്ങൾക്കറിയാം, നിങ്ങൾ SSC RRB അതുപോലെ തന്നെ ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ദിശ അക്കാദമി ഓഫ്ലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്. നിങ്ങൾക്കറിയാം, പ്രോപ്പർലി നമ്മളൊരു ഓഫ്ലൈൻ സെന്റേഴ്സിൽ വന്ന് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സിലബസ് ഓറിയന്റഡ് ആദ്യം ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും. അതിനുശേഷം നിങ്ങൾ ഏത് എക്സാം ആണോ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്, അപ്പോൾ ആ എക്സാമിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഫോക്കസ് ബാച്ചുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ജോബിലേക്ക് നിങ്ങളെ എത്തിക്കാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അപ്പം ഓഫ്ലൈൻ കോഴ്സസ് 5 സ്ഥലങ്ങളിൽ അവൈലബിൾ ആണ്: കൊല്ലം, കൊട്ടാരക്കര, തൃശ്ശൂർ, കാലിക്കറ്റ്, ട്രിവാൻഡ്രം. അപ്പോൾ ഓഫ്ലൈൻ സെന്റേഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് ഓഫ്ലൈൻ കോഴ്സസിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ വർക്ക് ചെയ്യുന്നവരൊക്കെയാണ് എങ്കിലും കുഴപ്പമില്ല, ദിശ അക്കാദമി ഓൺലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ ഓൺലൈൻ കോഴ്സസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ലൈവ് ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക. ഇനി ഒരു പക്ഷേ ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡ് വേർഷൻസും അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ലൈവ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഓഫ്ലൈൻ സെന്റേഴ്സിലെ പോലെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഫാക്കൽറ്റീസുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് വരുന്ന ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളെ പഠിത്തത്തിൽ കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മെന്റർ സപ്പോർട്ട് ഉണ്ടാവും. ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് അന്ന് ക്ലാസ് എടുത്ത മെറ്റീരിയൽ PDF ഫോർമാറ്റിലാക്കി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓൺലൈൻ കോഴ്സസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്ക്, ഉത്തർപ്രദേശ് ഫസ്റ്റ് ഗ്ലാസ് സ്കൈ വാക്ക് ബ്രിഡ്ജ് ഹാസ് ബീൻ ബിൽറ്റ്. ഉത്തർപ്രദേശിലെ ആദ്യത്തെ ഗ്ലാസ് സ്കൈ വാക്ക് ബ്രിഡ്ജ്
ഉത്തർപ്രദേശിലെ ആദ്യത്തെ ഗ്ലാസ് സ്കൈവാക്ക് ബ്രിഡ്ജ് അത് ബിൽഡ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ചിത്രാകൂട്ടിലാണ്. ഓക്കെ, അപ്പൊ ഉത്തർപ്രദേശിന്റെ ആദ്യത്തെ ഗ്ലാസ് സ്കൈവാക്ക് ബ്രിഡ്ജ്, ഓക്കെ, ഉത്തർപ്രദേശിന്റെ ആദ്യത്തെ ഗ്ലാസ് സ്കൈവാക്ക് ബ്രിഡ്ജ് ഇത് ബിൽഡ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ചിത്രാകൂട്ടിലാണ്. ഓക്കെ, അപ്പൊ ഉത്തർപ്രദേശിന്റെ ആദ്യത്തെ ഗ്ലാസ് സ്കൈവാക്ക് ബ്രിഡ്ജ് അത് ബിൽഡ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ എവിടെയാണ്? ചിത്രാകൂട്ടിലാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഹു ബിക്കം ദി ഫസ്റ്റ് സൗത്ത് ഇന്ത്യൻ ആക്ടർ ടു ഗെറ്റ് എ വാക്സ് സ്റ്റാച്യു അറ്റ് മെഡാമെ ടുസാഡ്സ് മ്യൂസിയം, ദുബായ്. ഓക്കെ, ഫസ്റ്റ് സൗത്ത് ഇന്ത്യൻ ആക്ടർ ടു ഗെറ്റ് എ വാക്സ് സ്റ്റാച്യു എവിടെയാണ്? ദുബായിലെ മെഡാമെ ടുസാഡ്സ് മ്യൂസിയത്തിൽ. ആരുടെ സ്റ്റാച്യു ആണ്? അല്ലു അർജുന്റെ സ്റ്റാച്യു. ഓക്കെ ഓക്കെ, അപ്പൊ അതുകൂടി ഓർത്തോളുക. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഹു ഇസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു റൺ ദ ലെങ്ത് ഓഫ് ആഫ്രിക്ക? ഓക്കെ, ഹു ഇസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു റൺ ദ ലെങ്ത് ഓഫ് ആഫ്രിക്ക? ഹു ഇസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു റൺ ദ ലെങ്ത് ഓഫ് ആഫ്രിക്ക? അപ്പൊ ആഫ്രിക്ക ടോട്ടലി റൺ ചെയ്യുന്ന ആദ്യത്തെ പേഴ്സൺ ആരാണ്? അതാരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ റസ്കൂക്ക് ആണ്. ഓക്കെ, റസ്കൂക്ക്. അപ്പൊ റസ്കൂക്ക്, എ ബ്രിട്ടീഷ് റണ്ണർ, ran the entire length of Africa, which is about 10,190 miles, അല്ലെങ്കിൽ 16,400 kilometer. He finished his journey Tunisia on April 7, 2024 after 352 days. അപ്പോൾ 352 ദിവസം കൊണ്ട് ടോട്ടലി നമ്മുടെ ആഫ്രിക്കയുടെ എൻറ്റയർ ലെങ്ത് റൺ ചെയ്ത ബ്രിട്ടീഷ് റണ്ണർ ആണ് ആരെന്ന് പറയുന്നത്? റസ്കൂക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പേഴ്സൺ ടു റൺ ദ ലെങ്ത് ഓഫ് ആഫ്രിക്ക, ആഫ്രിക്ക ടോട്ടലി റൺ ചെയ്ത ആദ്യത്തെ പേഴ്സൺ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ആരാണ്? റസ്കൂക്ക് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. വിച്ച് കൺട്രി ഓൺ വീൽ വേൾഡ് മോസ്റ്റ് പവർഫുൾ ലേസർ? വേൾഡിലെ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ലേസർ അത് അൺവീൽ ചെയ്ത രാജ്യം ഏതാണ്? അപ്പൊ ലേസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. അപ്പൊ വേൾഡ് മോസ്റ്റ് പവർഫുൾ ലേസർ അത് അൺവീൽ ചെയ്ത രാജ്യം ഏതാണെന്ന് പഠിക്കുക. ക്ലിയർ ആണല്ലോ? വേൾഡ് മോസ്റ്റ് പവർഫുൾ ലേസർ. ഓക്കെ, വേൾഡ് മോസ്റ്റ് പവർഫുൾ ലേസർ അൺവീൽ ചെയ്ത രാജ്യം ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ റൊമാനിയ. ഓക്കെ, അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ ക്ലാസ്സിന്റെ ഡ്യൂറേഷൻ എത്ര ടൈം ആണോ ആ ടൈമിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അപ്പൊ തന്നെ പഠിച്ചു പോവുക. പിന്നീട് നിങ്ങളുടെ ടൈം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കണം യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിനെ കൂടെ തന്നെ പഠിച്ചു പോവുക. അറിയാത്ത പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ, നോർത്ത് ഇന്ത്യസ് ഫസ്റ്റ് ഗവൺമെന്റ് ഹോമിയോപ്പതി കോളേജ് to be established in which state or union territory? നോർത്ത് ഇന്ത്യയുടെ ആദ്യത്തെ ഗവൺമെന്റ് ഹോമിയോപ്പതി കോളേജ്. ഓക്കെ, നോർത്ത് ഇന്ത്യയുടെ ആദ്യത്തെ ഗവൺമെന്റ് ഹോമിയോപ്പതി കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എവിടെയാണ്? അത് ജമ്മു കാശ്മീരിലെ കത്വയിലാണ്. ഓക്കെ, അപ്പൊ നോർത്ത് ഇന്ത്യയുടെ ആദ്യത്തെ ഗവൺമെന്റ് ഹോമിയോപ്പതി കോളേജ് അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എവിടെയാണ്? ജമ്മു കാശ്മീരിലെ കത്വയിലാണ്. കോസ്റ്റ് എന്ന് പറയുന്നത് 80 crore ആണ്. ഓക്കെ, അപ്പൊ നോർത്ത് ഇന്ത്യയുടെ ആദ്യത്തെ ഗവൺമെന്റ് ഹോമിയോപ്പതി കോളേജ് ഓക്കെ എവിടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? ജമ്മു കാശ്മീരിലെ കത്വയിലാണ്. അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 80 crore ആണ്. ഓക്കെ, അടുത്തത് which city is set to receive India's first driverless metro train? അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ ഡ്രൈവർലെസ് മെട്രോ ട്രെയിൻ ഇത് റിസീവ് ചെയ്ത സിറ്റി ഏതാണ്? അപ്പൊ ഇന്ത്യസ് ഫസ്റ്റ് ഡ്രൈവർലെസ് മെട്രോ ട്രെയിൻ റിസീവ് ചെയ്ത സിറ്റി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ബാംഗ്ലൂരാണ്, ബംഗളൂരു. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ ഡ്രൈവർലെസ് മെട്രോ ട്രെയിൻ എവിടെയാണ്? ബാംഗ്ലൂരാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ ഡ്രൈവർലെസ് മെട്രോ ട്രെയിൻ എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ എവിടെയാണ്? ബാംഗ്ലൂരാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, which state to launch India's first government-backed OTT platform, over the top platform? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കണ്ടോ? OTT പ്ലാറ്റ്ഫോമിന്റെ ഈ ക്വസ്റ്റ്യൻ നമ്മുടെ 2024 നടന്ന RRBയുടെ ക്വസ്റ്റ്യൻ എക്സാം ഉണ്ടല്ലോ, റെയിൽവേയുടെ എക്സാംസ്. ഡിസംബർ മുതൽ കുറെ എക്സാംസ് നടന്നില്ലേ? അതിലൊരു എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ ഗവൺമെന്റ് ബാക്ക്ഡ് OTT പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തത് ഏത് സ്റ്റേറ്റ് ആണ്? അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ ഗവൺമെന്റ് ബാക്ക്ഡ്
OTT പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തത് ഏത് സ്റ്റേറ്റാ? അത് നമ്മുടെ കേരളയാണ് കേട്ടോ. ഏത് സ്റ്റേറ്റ് ആണ്? നമ്മുടെ കേരളയാണ്. ആ OTT പ്ലാറ്റ്ഫോമിന്റെ നെയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ സി സ്പേസ് ആണ്. ഓക്കെ, OTT പ്ലാറ്റ്ഫോമിന്റെ നെയിം എന്താണ്? സി സ്പേസ് ആണ്. അപ്പൊ ആൻ OTT പ്ലാറ്റ്ഫോം ഓർ എന്ത് പറയാം, ഓവർ ദി ടോപ്പ് പ്ലാറ്റ്ഫോം എന്ന് പറയാം, ഈസ് എ സർവീസ് ദാറ്റ് ഡെലിവേഴ്സ് കണ്ടന്റ് ഡയറക്ട്ലി ടു കൺസ്യൂമേഴ്സ് ഓവർ ദ ഇന്റർനെറ്റ്. ഇന്റർനെറ്റിലൂടെ എന്ത് ചെയ്യുന്നു? കൺസ്യൂമേഴ്സിന് ഡയറക്ട്ലി കണ്ടന്റ് എന്ത് ചെയ്യുന്നു? ഡെലിവർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ OTT പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് അറിയാവുന്നല്ലേ, ഓവർ ദി ടോപ്പ് പ്ലാറ്റ്ഫോം. ഇത് ലോഞ്ച് ചെയ്ത ആദ്യത്തെ സ്റ്റേറ്റ് ഏതാണ്? നമ്മുടെ കേരളയാണ്. ആ OTT പ്ലാറ്റ്ഫോമിന്റെ നെയിം എന്താണെന്ന് കൂടി ഓർത്തോളുക, സി സ്പേസ് ആണ്. ഓക്കെ, അടുത്തത് ഇന്ത്യസ് ലോങ്സ്റ്റ് കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ്. അപ്പൊ ഇന്ത്യയുടെ ലോങ്സ്റ്റ് ആയിട്ടുള്ള കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ് കേട്ടോ, ഇന്ത്യയുടെ ലോങ്സ്റ്റ് ആയിട്ടുള്ള കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ് അത് ബിൽഡ് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റിലാണ്? അപ്പൊ ഇന്ത്യയുടെ ലോങ്സ്റ്റ് ആയിട്ടുള്ള കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ് അത് ബിൽഡ് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റിലാണ്? അത് ഗുജറാത്തിലാണ് കേട്ടോ. അപ്പൊ ഇന്ത്യയുടെ ലോങ്സ്റ്റ് ആയിട്ടുള്ള കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ് ബിൽഡ് ചെയ്യുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. ആ ബ്രിഡ്ജിന്റെ നെയിം എന്ന് പറയുന്നത് സുദർശൻ സേതു എന്നാണ് കേട്ടോ. ബ്രിഡ്ജിന്റെ നെയിം എന്ന് പറയുന്നത് എന്താണ്? സുദർശൻ സേതു എന്നാണ്. ഇത് ഇനാഗുറേറ്റ് ചെയ്യുന്നതോ പ്രൈം മിനിസ്റ്റർ മോദിയാണ്. ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഗുജറാത്തിലെ ദ്വാരകയിലാണ്. ലെങ്തോ 2.32 കിലോമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ ലോങ്സ്റ്റ് കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ്, അപ്പൊ ഇന്ത്യയുടെ ലോങ്സ്റ്റ് കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ് അത് ബിൽഡ് ചെയ്യുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. ആ ബ്രിഡ്ജിന്റെ നെയിമാണ് സുദർശൻ സേതു എന്ന് പറയുന്നത്. പ്രൈം മിനിസ്റ്റർ മോദിയാണ് അത് ഇനാഗുറേറ്റ് ചെയ്തത്. ലൊക്കേഷൻ എന്ന് പറയുന്നത് ഗുജറാത്തിലെ ദ്വാരകയിലാണ്. ലെങ്തോ 2.32 കിലോമീറ്റർ ആണ്. അപ്പൊ ഇന്ത്യയുടെ ലോങ്സ്റ്റ് കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ് ബിൽഡ് ചെയ്യുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. ഓക്കെ, ഇന്ത്യസ് ഫസ്റ്റ് കേബിൾ സ്റ്റേഡ് റെയിൽ ബ്രിഡ്ജ് കേട്ടോ. ഇന്ത്യയുടെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽ ബ്രിഡ്ജ്. ഓക്കെ, ഇന്ത്യയുടെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽ ബ്രിഡ്ജ് അതെവിടെയാ? ജമ്മു കാശ്മീരിലാണ്. ആ ബ്രിഡ്ജിന്റെ പേരാണ് ഇത് അഞ്ചിക്കാദ് ബ്രിഡ്ജ്. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരട്ടെ. ഇന്ത്യയുടെ ലോങ്സ്റ്റ് കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ് എന്താണ്? ബ്രിഡ്ജിന്റെ നെയിം എന്ന് പറയുന്നത് സുദർശൻ സേതു എന്നാണ്. ഇത് ഇനാഗുറേറ്റ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ്. ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഗുജറാത്തിലെ ദ്വാരകയിലാണ്. ലെങ്തോ 2.32 കിലോമീറ്റർ ആണ്. പക്ഷെ ഇന്ത്യയുടെ ഫസ്റ്റ് കേബിൾ സ്റ്റേഡ് റെയിൽ ബ്രിഡ്ജ്, ഓക്കെ, ഇന്ത്യയുടെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽ ബ്രിഡ്ജ് ജമ്മു കാശ്മീരിലാണ്. അതിന്റെ പേരെന്ന് പറയുന്നത് അഞ്ചിക്കാദ് ബ്രിഡ്ജ് എന്നാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ ഫസ്റ്റ് കേബിൾ സ്റ്റേഡ് റെയിൽ ബ്രിഡ്ജ് ഏതാ? അഞ്ചിക്കാദ് ബ്രിഡ്ജ്. അത് എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ജമ്മു കാശ്മീരിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ. ദാ ഇങ്ങനെയാണ്. വാട്ട് ഇസ് ദ നെയിം ഓഫ് വേൾഡ് ഫസ്റ്റ് വുഡൻ സാറ്റലൈറ്റ്? ഓക്കെ, അപ്പൊ വേൾഡിലെ ആദ്യത്തെ വുഡൻ സാറ്റലൈറ്റ്, ഓക്കെ, വേൾഡിലെ ആദ്യത്തെ വുഡൻ സാറ്റലൈറ്റ് ഏതാണ്? അത് ലിഗ്നോസാറ്റ് ആണ് കേട്ടോ. വേൾഡ് ഫസ്റ്റ് വുഡൻ സാറ്റലൈറ്റ് ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ലിഗ്നോസാറ്റ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെക്കണേ. വേൾഡ് ഫസ്റ്റ് വുഡൻ സാറ്റലൈറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ലിഗ്നോസാറ്റ്. അപ്പൊ ഇത് ലോഞ്ച് ചെയ്യുന്നത് നാസയും ജാക്സയും കൂടെ ചേർന്നിട്ടാണ്. നാസ എന്ന് പറയുമ്പോൾ നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് ഏജൻസി, ഓക്കെ, നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് ഏജൻസി. ജാക്സ എന്ന് പറയുമ്പോൾ ജപ്പാൻ എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി. ഓക്കെ, അപ്പൊ നാസയും ജാക്സയും കൂടെ ചേർന്നിട്ടാണ് വേൾഡ് ഫസ്റ്റ് വുഡൻ സാറ്റലൈറ്റ് ആയിട്ടുള്ള ലിഗ്നോസാറ്റ് ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ വേൾഡ് ഫസ്റ്റ് വുഡൻ സാറ്റലൈറ്റ് ആണ് എന്ന് പറയുന്നത് ലിഗ്നോസാറ്റ് എന്ന് പറയുന്നത്. ഇത് ലോഞ്ച് ചെയ്യുന്നത് നാസയും അതുപോലെ തന്നെ ജാക്സയും കൂടി ചേർന്നിട്ടാണ്. ഓക്കെ, അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, വരുന്ന അപ്കമിങ് എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണിത്. വിച്ച് സ്റ്റേറ്റ് ബിക്കം ദി ഫസ്റ്റ് സ്റ്റേറ്റ് ടു ഇംപ്ലിമെന്റ് എ യൂണിഫോം സിവിൽ കോഡ്? കേട്ടോ, യൂണിഫോം സിവിൽ കോഡ് ഇംപ്ലിമെന്റ് ചെയ്ത ആദ്യത്തെ സ്റ്റേറ്റ് ഏതാണ്? ഓക്കെ, അപ്പൊ യൂണിഫോം സിവിൽ കോഡ് ഇംപ്ലിമെന്റ് ചെയ്ത ആദ്യത്തെ സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഉത്തരാഖണ്ഡ് ആണ് കേട്ടോ. ഓക്കെ, യൂണിഫോം സിവിൽ കോഡ് ഇംപ്ലിമെന്റ് ചെയ്ത ആദ്യത്തെ സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഏതാണ്? ഉത്തരാഖണ്ഡ് ആണ് കേട്ടോ. ഏതാണ്? ഉത്തരാഖണ്ഡ്. ഫസ്റ്റ് സ്റ്റേറ്റ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ടു ഇംപ്ലിമെന്റ് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ യൂണിഫോം സിവിൽ കോഡ് ഇംപ്ലിമെന്റ് ചെയ്ത ആദ്യത്തെ സ്റ്റേറ്റ് ഏതാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഗോവയാണെന്ന് നമ്മൾ എല്ലാവരും പഠിച്ചിട്ടില്ല അല്ലേ? പക്ഷെ ഇതെന്ന് പറയുന്നത് യൂണിഫോം സിവിൽ കോഡ് ഇംപ്ലിമെന്റ് ചെയ്ത,
അതായത് ഇൻഡിപെൻഡൻസിന് ശേഷം കേട്ടോ, ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷം, നമ്മുടെ ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷം ഈ യൂണിഫോം സിവിൽ കോഡ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആദ്യത്തെ സ്റ്റേറ്റ് ഏതാണ്? അത് ഉത്തരാഖണ്ഡ് ആണ് കേട്ടോ. ഏതാണ്? ഉത്തരാഖണ്ഡ് ആണ്. എന്താണ് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ? വിച്ച് റെപ്രസെന്റ് കോമൺ ലോ ഫോർ എന്തിനൊക്കെയാ? മാരേജിനും ഡൈവോഴ്സ്, ഇൻഹെറിറ്റൻസ് ഓഫ് പ്രോപ്പർട്ടി, അങ്ങനെ എല്ലാ കാര്യത്തിനും ഒരേ ലോ, ഒരേ നിയമം പ്രസന്റ് ചെയ്യുന്നു. അതിനാണ് എന്തെന്ന് പറയുന്നത്? യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത്. ഷെഡ്യൂൾഡ് ട്രൈബിന് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും മാരേജ്, ഡൈവോഴ്സ്, പ്രോപ്പർട്ടി, ഇൻഹെറിറ്റൻസ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കാര്യത്തിന് കോമൺ ലോ പ്രസന്റ് ചെയ്യുന്നു. അതിനാണ് ഇതെന്ന് പറയുന്നത് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത്. അത്തരത്തിൽ യൂണിഫോം സിവിൽ കോഡ് ഇംപ്ലിമെന്റ് ചെയ്ത, ഇൻഡിപെൻഡൻസിന് ശേഷം യൂണിഫോം സിവിൽ കോഡ് ഇംപ്ലിമെന്റ് ചെയ്ത ആദ്യത്തെ സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഉത്തരാഖണ്ഡ് ആണ്. ഓക്കെ, അത് ഞാൻ പറഞ്ഞില്ലേ, യൂണിഫോം സിവിൽ കോഡ് ഇംപ്ലിമെന്റ് ചെയ്ത സ്റ്റേറ്റ് ആണെന്ന് നോക്കുമ്പോൾ നമ്മൾ ഗോവ പറയാറുണ്ടല്ലേ. ഇൻഡിപെൻഡൻസിന് മുന്നേ ആണെങ്കിൽ യൂണിഫോം സിവിൽ കോഡ് ഇംപ്ലിമെന്റ് ചെയ്ത സ്റ്റേറ്റ് ഏതാണ്? അത് ഗോവയാണ്. ഓക്കെ, പോർച്ചുഗീസ് ആയിരുന്നു ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇതില് നമ്മുടെ യൂണിഫോം സിവിൽ കോഡിനെ പറ്റി പറയുന്ന പാർട്ട് ഏതാണെന്ന് വെച്ചാൽ പാർട്ട് 4 DPSPയിലാണ് പറയുന്നത്. യൂണിഫോം സിവിൽ കോഡിനെ പറ്റിയുള്ള ആർട്ടിക്കിൾ ഒന്ന് ഓർത്തോളുക, ആർട്ടിക്കിൾ 44 ആണ് കേട്ടോ. യൂണിഫോം സിവിൽ കോഡിനെ പറ്റിയുള്ള ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 44. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി ഫൈനലി ഒന്നുകൂടി കൺസോളിഡേറ്റ് ചെയ്ത് പറഞ്ഞിരുന്നു. യൂണിഫോം സിവിൽ കോഡ് ഇംപ്ലിമെന്റ് ചെയ്ത ആദ്യത്തെ സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഉത്തരാഖണ്ഡ്. ഓക്കെ, അപ്പൊ ഇൻഡിപെൻഡൻസിന് ശേഷം യൂണിഫോം സിവിൽ കോഡ് ഇംപ്ലിമെന്റ് ചെയ്ത ആദ്യത്തെ സ്റ്റേറ്റ് ഉത്തരാഖണ്ഡ് ആണ്. യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുമ്പോൾ വിച്ച് പ്രസന്റ് കോമൺ ലോ ഫോർ മാരേജ്, ഡൈവോഴ്സ് ആൻഡ് ഇൻഹെറിറ്റൻസ് ഓഫ് പ്രോപ്പർട്ടി. ആരെ ഒഴിവാക്കിയിട്ട്? എക്സെപ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. നമ്മുടെ ഇൻഡിപെൻഡൻസിന് മുന്നേ ആണെങ്കിൽ യൂണിഫോം സിവിൽ കോഡ് ഇംപ്ലിമെന്റ് ചെയ്ത സ്റ്റേറ്റ് ഏതാണ്? അത് ഗോവയാണ്. ഓക്കെ ആണല്ലോ. യൂണിഫോം സിവിൽ കോഡിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ മറക്കണ്ട, ആർട്ടിക്കിൾ 44. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ത്യസ് ഫസ്റ്റ് ഇൻഡിജീനിയസ് സ്പൈ സാറ്റലൈറ്റ്. അപ്പൊ ഇന്ത്യയുടെ തന്നെ ആദ്യത്തെ സ്പൈ സാറ്റലൈറ്റ് ഇത് ഡെവലപ്പ് ചെയ്ത ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡ് ആണ് കേട്ടോ. TASL ആണ്. അപ്പൊ ഇന്ത്യയുടെ തന്നെ ഇൻഡിജീനിയസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത ആദ്യത്തെ സ്പൈ സാറ്റലൈറ്റ് കേട്ടോ. ഇന്ത്യ തന്നെ ഡെവലപ്പ് ചെയ്ത ആദ്യത്തെ സ്പൈ സാറ്റലൈറ്റ് ഇത് ഡെവലപ്പ് ചെയ്ത ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡ് ആണ്. ഇന്ത്യസ് ഫസ്റ്റ് ഇൻഡിജീനിയസ് സ്പൈ സാറ്റലൈറ്റ് ഡെവലപ്ഡ് ബൈ, ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള സ്പൈ സാറ്റലൈറ്റ് ഡെവലപ്പ് ചെയ്ത ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡ് ആണ് കേട്ടോ. ഇതാണ് ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: വേൾഡ് ഫസ്റ്റ് എയർ ടാക്സി സർവീസ്. അപ്പൊ ലോകത്തിലെ ആദ്യത്തെ എയർ ടാക്സി സർവീസ് കേട്ടോ, എയർ ടാക്സി സർവീസ്. അപ്പോ ഇത് ലോഞ്ച് ചെയ്യുന്നത് എവിടെയാണ്? ദുബായിലാണ്. ഓക്കെ, അപ്പം വേൾഡ് ഫസ്റ്റ് എയർ ടാക്സി സർവീസ് ലോഞ്ച് ചെയ്യുന്നത് ഏത് സിറ്റി ആണെന്ന് വെച്ചാൽ അതിന് ആൻസർ ദുബായിലാണ്. നമ്മുടെ വേൾഡ് ഗവൺമെന്റ് സബ്മിറ്റ് 2024. ഓക്കെ, ദുബായിൽ വെച്ച് നടന്ന വേൾഡ് ഗവൺമെന്റ് സബ്മിറ്റ് 2024ലാണ് വേൾഡ് ഫസ്റ്റ് എയർ ടാക്സി സർവീസ് ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ വേൾഡ് ഫസ്റ്റ് എയർ ടാക്സി സർവീസ് ലോഞ്ച് ചെയ്യുന്ന സിറ്റി ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ദുബായിലാണ്. ഓക്കെ, വേൾഡ് ഫസ്റ്റ് എയർ ടാക്സി സർവീസ് ലോഞ്ച് ചെയ്യുന്ന സിറ്റി ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ദുബായ്. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ: ടാറ്റ ട്രസ്റ്റ് ലിമിറ്റഡ് അല്ലെങ്കിൽ ടാറ്റ ട്രസ്റ്റ് ലോഞ്ച് ഇന്ത്യസ് ഫസ്റ്റ് സ്മോൾ ആനിമൽ ഹോസ്പിറ്റൽ. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ സ്മോൾ ആനിമൽ ഹോസ്പിറ്റൽ, ഇന്ത്യയുടെ ആദ്യത്തെ സ്മോൾ ആനിമൽ ഹോസ്പിറ്റൽ ടാറ്റ ട്രസ്റ്റ് ലോഞ്ച് ചെയ്തത് എവിടെയാണ്? മുംബൈയിൽ. അപ്പൊ എന്തുകൊണ്ടാണ് സെപ്പറേറ്റ് ചെയ്ത് ഫസ്റ്റ് ഇൻ ഇന്ത്യ ആൻഡ് വേൾഡ് എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഇന്ത്യയിലും അതുപോലെ തന്നെ വേൾഡിലും ആദ്യമായിട്ട് വരുന്ന കാര്യങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഡെഫിനറ്റ്ലി അറിഞ്ഞിരിക്കണം. അത് നമ്മുടെ കഴിഞ്ഞിട്ടുള്ള എക്സാംസ് നോക്കുവാണെങ്കിൽ ആ എക്സാംസിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പഠിച്ചോളുക, ഇന്ത്യയുടെ ആദ്യത്തെ സ്മോൾ ആനിമൽ ഹോസ്പിറ്റൽ ടാറ്റ ട്രസ്റ്റ് ലോഞ്ച് ചെയ്യുന്നത് എവിടെയാണ്? അത് മുംബൈയിലാണ്. എവിടെയാണ്? മുംബൈയിൽ. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് കേട്ടോ: ഹു ഹാസ് ലോഞ്ച്ഡ് അടൽ സേതു, ഇന്ത്യസ് ലോങ്സ്റ്റ് സീ ബ്രിഡ്ജ് കേട്ടോ. ഇന്ത്യയുടെ ലോങ്സ്റ്റ് സീ ബ്രിഡ്ജ് ആണ് ഏതെന്ന് പറയുന്നത്? അടൽ സേതു എന്ന് പറയുന്നത്. ഇത് ഇനാഗറേറ്റ് ചെയ്ത ആരാണ്? നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ്. അപ്പൊ ഇന്ത്യയുടെ ലോങ്സ്റ്റ് സീ ബ്രിഡ്ജ് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്, ഓൾസോ നോൺ ആസ് അടൽ സേതു.
6 ലൈൻ ട്രാൻസ് ഹാർബർ ബ്രിഡ്ജ് ആണ്. ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 21.8 കിലോമീറ്റർ ആണ്. അപ്പൊ ഓർക്കുക, ഇന്ത്യയുടെ ലോങ്സ്റ്റ് സീ ബ്രിഡ്ജ് ആയിട്ടുള്ള അടൽ സേതു അത് ഇനാഗ്രേറ്റ് ചെയ്യുന്ന ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ പ്രൈം മിനിസ്റ്റർ മോദിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഇന്ത്യസ് ഫസ്റ്റ് ഹൈജീനിക് ഫുഡ് സ്ട്രീറ്റ്. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ ഹൈജീനിക് ആയിട്ടുള്ള ഫുഡ് സ്ട്രീറ്റ് ഇത് അൺവീൽ ചെയ്യുന്നത് ഏത് സിറ്റിയിലാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഉജ്ജയിലാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ ഹൈജീനിക് ഫുഡ് സ്ട്രീറ്റ് അത് അൺവീൽ ചെയ്യുന്നത് ഏത് സിറ്റിയിലാണ്? അത് ഉജ്ജയിൻ എവിടെയാ? മധ്യപ്രദേശ്. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ ഹൈജീനിക് ഫുഡ് സ്ട്രീറ്റ് അത് അൺവീൽ ചെയ്യുന്നത് ഏത് സിറ്റിയിലാണ്? മധ്യപ്രദേശിലെ ഉജ്ജയിനിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഉത്തർപ്രദേശ് ഫസ്റ്റ് ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ്. ഓക്കെ, നമ്മൾ ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് നമ്മൾ പഠിച്ചതാണല്ലേ. അപ്പൊ ഉത്തർപ്രദേശിന്റെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് ഇനാഗ്രേറ്റ് ചെയ്ത് ഏത് സിറ്റിയിലാണെന്നാണ് നമ്മൾ അറിയേണ്ടത്. ഓക്കെ, അപ്പൊ ഉത്തർപ്രദേശിന്റെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് ഇനാഗ്രേറ്റ് ചെയ്ത് എവിടെയാണ്? അത് പ്രയാഗ്രാജിലാണ് കേട്ടോ. ഉത്തർപ്രദേശിന്റെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് ഇനാഗ്രേറ്റ് ചെയ്ത് ഏത് സിറ്റിയിലാണെന്ന് വെച്ചാൽ അതിന് ആൻസർ പ്രയാഗ്രാജിൽ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏഷ്യാസ് ലാർജസ്റ്റ് ഡീസാലിനേഷൻ പ്ലാന്റ്. ഏഷ്യയുടെ ആദ്യത്തെ ഡീസാലിനേഷൻ അല്ലെങ്കിൽ ഏഷ്യയുടെ ലാർജസ്റ്റ് ഡീസാലിനേഷൻ പ്ലാന്റ്. അപ്പൊ ഡീസാലിനേഷൻ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സലൈൻ വാട്ടറിനെ ഫ്രഷ് വാട്ടർ ആക്കി കൺവേർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ സീ വാട്ടറിനെ ഫ്രഷ് വാട്ടർ ആക്കി കൺവേർട്ട് ചെയ്യുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്? ഡീസാലിനേഷൻ പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഏഷ്യയുടെ ലാർജസ്റ്റ് ഡീസാലിനേഷൻ പ്ലാന്റ് കേട്ടോ, ഏഷ്യയുടെ ലാർജസ്റ്റ് ഡീസാലിനേഷൻ പ്ലാന്റ് അത് ബിൽറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ എവിടെയാണ്? തമിഴ്നാടാണ്. ഓക്കെ, അപ്പൊ ഏഷ്യയുടെ ലാർജസ്റ്റ് ഡീസാലിനേഷൻ പ്ലാന്റ് അത് ബിൽറ്റ് ചെയ്യുന്നത് എവിടെയാണ്? തമിഴ്നാടാണ്. പ്രോജക്റ്റ് കോസ്റ്റ് എന്ന് അറിഞ്ഞോളുക. നമ്മുടെ റീസെന്റ് എക്സാംസ് നോക്കുവാണെങ്കിൽ ഈ പ്രോജക്റ്റ് കോസ്റ്റുകൾ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഏഷ്യയുടെ ലാർജസ്റ്റ് ഡീസാലിനേഷൻ പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുന്നത് എവിടെയാണ്? അത് തമിഴ്നാട്ടിലാണ്. അതിന്റെ പ്രോജക്റ്റ് കോസ്റ്റ് എത്രയാണ്? 4400 crore ആണ് കേട്ടോ. അപ്പൊ ഡീസാലിനേഷൻ പ്ലാന്റ് എന്താണെന്ന് മറന്നുപോയില്ല. എന്താണ്? സീ വാട്ടറിനെ ഫ്രഷ് വാട്ടർ ആക്കി കൺവേർട്ട് ചെയ്യുന്നു. അത്തരത്തിൽ ഏഷ്യയുടെ ലാർജസ്റ്റ് ഡീസാലിനേഷൻ പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുന്നത് എവിടെയാണ്? തമിഴ്നാടാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് 1 സെക്കൻഡ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് വിച്ച് സിറ്റി ബിക്കം ഇന്ത്യസ് ഫസ്റ്റ് സോളാർ സിറ്റി. അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ സോളാർ സിറ്റി ഏതാണ്? അപ്പോൾ നമ്മുടെ വേൾഡ് ഹെറിറ്റേജ് ആയിട്ടുള്ള സാഞ്ചി, മധ്യപ്രദേശിലെ സാഞ്ചിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ സോളാർ സിറ്റി കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ സോളാർ സിറ്റി ഏതാണെന്ന് മറക്കണ്ട, സാഞ്ചി. അത് എവിടെയാണ്? മധ്യപ്രദേശിൽ. ഇതിന്റെ മെയിൻ എയിം എന്താണ്? റെഡ്യൂസ് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ബൈ 14,324 tons ആനുവലി. ഒരു വർഷം 14,324 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ് റെഡ്യൂസ് ചെയ്യുന്നതാണ് ഇതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ സോളാർ സിറ്റി ഏതാണ്? അത് സാഞ്ചിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. പ്രൈം മിനിസ്റ്റർ മോദി ഇനാഗ്രേറ്റഡ് ഇന്ത്യസ് ഫസ്റ്റ് ഹൈടെക് സ്പോർട്സ് ട്രെയിനിങ് സെന്റർ ഫോർ ദിവ്യാങ്ജൻ ഇൻ വിച്ച് സിറ്റി? അപ്പൊ ദിവ്യാങ്ജൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പൊ ദിവ്യാങ്ജൻ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഡിസേബിലിറ്റി ഉള്ള ആൾക്കാർ. ഓക്കെ, അപ്പൊ ഡിസേബിലിറ്റി ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇന്ത്യയുടെ ആദ്യത്തെ ഹൈടെക് സ്പോർട്സ് ട്രെയിനിങ് സെന്റർ മോദി ഇനാഗ്രേറ്റ് ചെയ്ത് ഏത് സിറ്റിയിലാണ്? ഓക്കെ, അപ്പോൾ ഡിസേബിലിറ്റി ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഹൈടെക് രീതിയിലുള്ള സ്പോർട്സ് ട്രെയിനിങ് സെന്റർ മോദി ഇനാഗ്രേറ്റ് ചെയ്ത് എവിടെയാണ്? അത് മധ്യപ്രദേശിലെ ഗോളിയോറിലാണ് കേട്ടോ. ഓക്കെ, അടൽ ബിഹാരി ട്രെയിനിങ് സെന്റർ ഫോർ ദിവ്യാങ്ജൻ സ്പോർട്സ് ഇനാഗ്രേറ്റഡ് അറ്റ് ഗോളിയോർ. അപ്പൊ ദിവ്യാങ്ജൻ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഡിസേബിലിറ്റി ഉള്ള ആൾക്കാരാണ്. അപ്പൊ ഡിസേബിലിറ്റി ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇന്ത്യയുടെ ആദ്യത്തെ ഹൈടെക് സ്പോർട്സ് ട്രെയിനിങ് സെന്റർ മോദി ഇനാഗ്രേറ്റ് ചെയ്ത് എവിടെയാണ്? അത് ഗോളിയോറിലാണ്. എവിടെയാണ്? ഗോളിയോറിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് സിറ്റി ബിക്കം ഇന്ത്യസ് ഫസ്റ്റ് വെറ്റ്ലാൻഡ് സിറ്റി? ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ വെറ്റ്ലാൻഡ് സിറ്റി ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ വെറ്റ്ലാൻഡ് സിറ്റി ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ രാജസ്ഥാനിലെ ഉദയ്പൂരിലാണ്. ഈ വെറ്റ്ലാൻഡ് സിറ്റി, ഈ ഉദയ്പൂരിനെ സറൗണ്ട് ചെയ്ത് 5 മേജർ ലേക്കുകളുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ വെറ്റ്ലാൻഡ് സിറ്റി ഏതാ? രാജസ്ഥാനിലെ ഉദയ്പൂരിലാണ്. ഇതിനെ സറൗണ്ട് ചെയ്ത് 5 മേജർ ലേക്കുകൾ ഉണ്ട് അല്ലേ? അത് ഏതൊക്കെയാണെന്ന് നോക്കാം. പിച്ചോള,
ഫത്തേഹ് സാഗർ, റാണ സാഗർ, സ്വരൂപ് സാഗർ, ദൂത് തലായ്. ചിലപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ ഇതിൽ ഏതെങ്കിലും ഒരു ലേക്ക് വന്നിട്ട് അത് ഏത് സ്റ്റേറ്റിലാണെന്നായിരിക്കും വരിക. ബിക്കോസ് കറണ്ട് അഫയേഴ്സിൽ ഈ ഒരു ന്യൂസുമായി റിലേറ്റ് ചെയ്ത് ഈ ലേക്ക് എവിടെയാണെന്ന് നമ്മൾ ഡെഫിനറ്റ്ലി അറിയണം. അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ വെറ്റ്ലാൻഡ് സിറ്റി രാജസ്ഥാനിലെ ഉദയ്പൂരിലാണ്. ഇതിനെ സറൗണ്ട് ചെയ്ത് 5 മേജർ ലേക്കുകളാണുള്ളത്. പിച്ചോള, ഫത്തേഹ് സാഗർ, റാണ സാഗർ, സ്വരൂപ് സാഗർ, ദൂത് തലായ്. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ വെറ്റ്ലാൻഡ് സിറ്റി ഏതാണ്? രാജസ്ഥാനിലെ ഉദയ്പൂരിലാണ്. ഇതിനെ സറൗണ്ട് ചെയ്ത് 5 മേജർ ലേക്കുകളാണുള്ളത്. ഫത്തേഹ് സാഗർ, റാണ സാഗർ, സ്വരൂപ് സാഗർ, ദൂത് തലായ് ആൻഡ് ഓൾസോ പിച്ചോള. ഓക്കെ, അപ്പൊ നമുക്ക് ഫൈനലി ഈ ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ദാ ഇങ്ങനെയാണ്. വിച്ച് പ്ലാറ്റ്ഫോം ബിക്കം വേൾഡ് ലോങ്സ്റ്റ് റെയിൽവേ പ്ലാറ്റ്ഫോം? ഓക്കെ, അപ്പൊ വേൾഡിലെ ലോങ്സ്റ്റ് റെയിൽവേ പ്ലാറ്റ്ഫോം ഏതാണ്? വേൾഡ് ലോങ്സ്റ്റ് റെയിൽവേ പ്ലാറ്റ്ഫോം എവിടെയാ? നമ്മുടെ കർണാടകയിലുള്ള ഹുബ്ബള്ളി പ്ലാറ്റ്ഫോം ആണ്. ഓക്കെ, അപ്പൊ വേൾഡ് ലോങ്സ്റ്റ് റെയിൽവേ പ്ലാറ്റ്ഫോം ലൊക്കേറ്റ് ചെയ്യുന്ന ഹുബ്ബള്ളി ജംഗ്ഷൻ, കർണാടക. ലെങ്തോടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, 1.5 കിലോമീറ്റർ അല്ലെങ്കിൽ 1507 മീറ്റർ ആണ്. ഇനാഗുറേറ്റ് ചെയ്യുന്ന ആരാണ്? പ്രൈം മിനിസ്റ്റർ മോദിയാണ്. ഓക്കെ, അപ്പൊ വേൾഡ് ലോങ്സ്റ്റ് റെയിൽവേ പ്ലാറ്റ്ഫോം, ഓക്കെ, വേൾഡ് ലോങ്സ്റ്റ് റെയിൽവേ പ്ലാറ്റ്ഫോം ഹുബ്ബള്ളിയാണ്, കർണാടക. ഓക്കെ, അപ്പൊ വേൾഡ് ലോങ്സ്റ്റ് റെയിൽവേ പ്ലാറ്റ്ഫോം ലൊക്കേറ്റ് ചെയ്യുന്ന കർണാടകയിലെ ഹുബ്ബള്ളിയിലാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്ത, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് കേട്ടോ, ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, അതുകൂടി നമുക്ക് നോക്കാം. അപ്പൊ വേൾഡ് ലോങ്സ്റ്റ് റെയിൽവേ പ്ലാറ്റ്ഫോം ഏതാണ്? ഹുബ്ബള്ളിയാണ്. ദെൻ അടുത്ത് നമ്മൾ നോക്കുന്നത് വേൾഡ് 3rd ലാർജസ്റ്റ് ക്രിക്കറ്റ് സ്റ്റേഡിയം. കേട്ടോ, വേൾഡിലെ 3rd ലാർജസ്റ്റ് ക്രിക്കറ്റ് സ്റ്റേഡിയം ബിൽറ്റ് ചെയ്യുന്നത് ഏത് സിറ്റിയിലാണ്? അപ്പൊ വേൾഡിലെ 3rd ലാർജസ്റ്റ് ക്രിക്കറ്റ് സ്റ്റേഡിയം അത് ബിൽറ്റ് ചെയ്യുന്നത് എവിടെയാണ്? രാജസ്ഥാനിലെ ജയ്പൂരിലാണ്. കേട്ടോ, വേൾഡ് 3rd ലാർജസ്റ്റ് ക്രിക്കറ്റ് സ്റ്റേഡിയം അത് ബിൽറ്റ് ചെയ്യുന്നത് എവിടെയാണ്? രാജസ്ഥാനിലെ ജയ്പൂരിലാണ്. വേൾഡ് ലാർജസ്റ്റ് ക്രിക്കറ്റ് സ്റ്റേഡിയം എന്ന് പറയുന്നത് അത് നരേന്ദ്രമോദി സ്റ്റേഡിയം, ഗുജറാത്തിലാണ്. സെക്കൻഡ് ലാർജസ്റ്റ് എന്ന് നോട്ട് ചെയ്തോളുക, ഓസ്ട്രേലിയയിലെ മെൽബോൺ ക്രിക്കറ്റ് സ്റ്റേഡിയം. 3rd ലാർജസ്റ്റ് ക്രിക്കറ്റ് സ്റ്റേഡിയം ബിൽറ്റ് ചെയ്യുന്നത് നമ്മുടെ എവിടെയാണ്? നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്. അപ്പൊ വേൾഡ് 3rd ലാർജസ്റ്റ് ക്രിക്കറ്റ് സ്റ്റേഡിയം അതെവിടെയാണ്? രാജസ്ഥാനിലെ ജയ്പൂരിലാണ്. ഓക്കെ, വേൾഡ് 3rd ലാർജസ്റ്റ് ക്രിക്കറ്റ് സ്റ്റേഡിയം ബിൽറ്റ് ചെയ്യുന്നത് രാജസ്ഥാനിലെ ജയ്പൂരിലാണ്. വേൾഡ് ലാർജസ്റ്റ് ക്രിക്കറ്റ് സ്റ്റേഡിയം നരേന്ദ്രമോദി സ്റ്റേഡിയം അത് ഗുജറാത്തിലാണ്. സെക്കൻഡ് ലാർജസ്റ്റ് സ്റ്റേഡിയം ഏതാണ്? ഓസ്ട്രേലിയയിലുള്ള മെൽബോൺ സ്റ്റേഡിയം ആണ്. ഓക്കെ, അപ്പൊ വേൾഡ് 3rd ലാർജസ്റ്റ് ക്രിക്കറ്റ് സ്റ്റേഡിയം ബിൽറ്റ് ചെയ്യുന്നത് എവിടെയാണ്? രാജസ്ഥാനിലെ ജയ്പൂരിലാണ്. വേൾഡ് ലാർജസ്റ്റ് ക്രിക്കറ്റ് സ്റ്റേഡിയം എന്ന് പറയുന്നത് ഗുജറാത്തിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം ആണ്. സെക്കൻഡ് ലാർജസ്റ്റ് സ്റ്റേഡിയം മെൽബോൺ സ്റ്റേഡിയം ഓസ്ട്രേലിയ ആണ്. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പം കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു ഓൾ ആൻഡ് ഹാപ്പി ലേണിംഗ്.